ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ, പ്രത്യേകിച്ച് ഇനി അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്കിൽ സെറ്റുകൾ ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ അതിനൊരല്പം ഇമ്പോർട്ടൻസ് കുറവാണ്. രണ്ടാമത് പറയുന്ന സ്കില്ലിനാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ, നമ്മുടെ കരിയർ സക്സസിൻ്റെ ഒക്കെ നിർണായക പങ്ക് വഹിക്കുന്ന സ്കിൽ എന്ന് പറയുന്നത് രണ്ടാമത് പറയാൻ പോകുന്ന സ്കിൽ സെറ്റാണ്. സോഷ്യൽ സ്കിൽ എന്ന് പറയുന്ന ഒരു കൂട്ടം സ്കിൽ സെറ്റാണ് ആദ്യത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോഷ്യൽ സ്കിൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് പുതിയ ആൾക്കാരുമായി ഇടപെടാനുള്ള കഴിവ്, പുതിയ ജോലി സ്ഥലവുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവ്, നമ്മുടെ അഭിപ്രായവുമായി യോജിക്കാത്തവരുമായി നമ്മൾ തർക്കിച്ച് ബഹളമുണ്ടാക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള സ്കിൽ സെറ്റ്, നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ വീര്യവോ അല്ലെങ്കിൽ അതിൻ്റെ അന്തസത്തയോ ചോർന്നു പോകാതെ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അത് അതേപടി തന്നെ മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ്, ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടീം ചെയ്ത വർക്കിനെ പ്രൊജക്റ്റ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള എബിലിറ്റി, ഇങ്ങനെ ഈ കൂട്ടത്തിൽ വരുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഒരുപക്ഷെ നമ്മൾ സോഷ്യൽ സ്കിൽസ് എന്ന് കേൾക്കുമ്പോൾ സൈക്കോളജിക്കലി ആദ്യം മനസ്സിൽ വരുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ പറ്റിയുള്ള ട്രെയിനിങ് പ്രോഗ്രാം, മറ്റൊരാളിൻ്റെ വികാരത്തെ ഉൾക്കൊള്ളാനും അത് അയാളെ വേദനിപ്പിക്കാതെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും ഒക്കെയുള്ള എബിലിറ്റി, അങ്ങനെ ഒരു കൂട്ടം സ്കില്ലുകളാണ് ഈ സോഷ്യൽ സ്കിൽ സെറ്റിനകത്ത് വരുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാവരും സോഷ്യൽ സ്കിൽസിൻ്റെ റെലവൻസിനെ പറ്റിയും അത് ഇല്ല എങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടത്തെ പറ്റിയൊക്കെ പല വീഡിയോസിലും പല ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ സ്കിൽസിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ ഏറ്റവും അതീവ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും കാണേണ്ട ഒരു സ്കില്ലാണ് മാത്തമെറ്റിക്കൽ സ്കിൽ സെറ്റ് എന്ന കൂട്ടത്തിൽ വരുന്നത്. ഈ മാത്തമെറ്റിക്കൽ സ്കിൽ സെറ്റ് എന്ന് കേൾക്കുമ്പോഴേ ചിലപ്പോൾ ചിലർക്ക് പേടിയുണ്ടാവും. കാരണം എനിക്ക് ബേസിക്കലി ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പാടെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ ഒരാളാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നമുക്ക് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്ന് അറിയില്ലാത്ത ഒരു നിമിഷം, ഇനി വരാൻ പോകുന്ന ഡെവലപ്മെന്റ്സിനെ പറ്റി പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും അത്തരത്തിൽ ആംബിഗ്യൂസ് ആയിട്ടുള്ള സിറ്റുവേഷനുമായി പൊരുത്തപ്പെടാൻ മാത്തമെറ്റിക്കൽ സ്കിൽസും അതുപോലെ തന്നെ റീസണിങ് എബിലിറ്റിയും കൂടുതലുള്ളവർക്ക് വളരെ അനായാസം സാധിക്കും എന്ന രീതിയിൽ പലതരത്തിലുള്ള റിസർച്ച് സ്റ്റഡീസ് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് മാത്സ് എന്ന് പറയുമ്പോൾ a+b² അല്ലെങ്കിൽ സൈൻ കോസ് തീറ്റ ഇതുപോലെയുള്ള ട്രിഗണോമെട്രിക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അഡ്വാൻസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ മാത്തമെറ്റിക്സ് പഠിക്കുന്നവർക്ക് ഇതൊന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമേ ആയിരിക്കില്ല. ഇത്തരത്തിലുള്ള സ്കില്ലുകളാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. പക്ഷേ മാത്തമെറ്റിക്കൽ സ്കിൽ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫൗണ്ടേഷൻ ലെവലിലുള്ള ഒരു കാര്യത്തെ അനലൈസ് ചെയ്യാനുള്ള, ഒരു ഡേറ്റ കിട്ടിയാൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള, 2 നമ്പറുകൾ കണ്ടാൽ എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഫൗണ്ടേഷണൽ മാത്തമെറ്റിക്കൽ സ്കിൽസിനെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റിയിൽ ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ടുവരുന്ന സ്കിൽ സെറ്റ്. ഇന്ന് ഏത് രീതിയിലുള്ള ജോലി എടുത്താലും, അത് കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, IT ജോലി ആയിക്കോട്ടെ, നഴ്സിംഗ് ആയിക്കോട്ടെ, ഡോക്ടർമാരുടെ ജോലി ആയിക്കോട്ടെ, ടീച്ചേഴ്സിൻ്റെ ജോലി ആയിക്കോട്ടെ, പോലീസ് ഓഫീസേഴ്സിൻ്റെ ജോലി ആയിക്കോട്ടെ, എന്ത് തരം ജോലിയാണെങ്കിലും മാത്തമെറ്റിക്കൽ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ അനിവാര്യമായിട്ടുള്ള ഒരു സ്കിൽ സെറ്റായി മാറും. ഇന്ന് ട്രെയിനിങ് ഇൻഡസ്ട്രി നിങ്ങൾ മൊത്തത്തിൽ നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്കിൽസിനെ സെല്ല് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. കാരണം അത്തരം സോഷ്യൽ സ്കിൽസിനെ ട്രെയിനിങ്ങിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുമെന്നും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യാൻ ആർക്കും എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സോഷ്യൽ സ്കിൽസിനെ പറ്റിയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ഒരുപാട് കാണുന്നത്. പക്ഷേ ഫൗണ്ടേഷണൽ മാത്തമെറ്റിക്കൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം എന്ന രീതിയിൽ നിങ്ങളൊരു ട്രെയിനിങ് പ്രോഗ്രാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ വിരലിൽ എണ്ണാവുന്ന ട്രെയിനേഴ്സിനെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. ഒരുപക്ഷെ ഓൺലൈനിൽ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചെന്നിരിക്കും. പക്ഷേ അത് ഡെലിവറി ചെയ്യുന്ന ഓഫ്ലൈൻ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പലപ്പോഴും ഒരു ഏജ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു 25-30 വയസ്സ് കഴിഞ്ഞാൽ ഈ മാത്തമെറ്റിക്കൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചമ്മലുള്ള പരിപാടിയാണ്. പലർക്കും, ഒരുപക്ഷെ എല്ലാവരും എന്നെ പോലെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ കൂടുതൽ പേരിലും കണ്ടിട്ടുള്ളത് മാത്തമെറ്റിക്സ് ഒരു 10ാം ക്ലാസ്സിന് ശേഷം പാടെ അവഗണിക്കുകയോ അല്ലെങ്കിൽ പേടിയോടുകൂടി എനിക്കിത് അറിയില്ല എന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ മനസ്സിലാക്കിയാൽ ഉണ്ടാകുന്ന നാണക്കേട് ഓർത്തോ എന്തോ കാരണം കൊണ്ട്
പലരും മാത്തമെറ്റിക്കൽ സ്കിൽസിനെ പലപ്പോഴും അവഗണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജോബ് റിക്വയർമെൻറ്റ് വന്നാൽ അത് മറ്റാരെങ്കിലും ഏൽപ്പിച്ച് തടിതപ്പുകയാണ് പൊതുവിൽ കാണാറുള്ളത്. അതിന് ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്നതാണ് ഈ വർഷം മുതൽ നിങ്ങൾ ചെയ്യേണ്ട, അതീവ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ശരിക്കും നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് പതിയെ പ്രോഗ്രസീവായി ട്രെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ മാത്തമെറ്റിക്കൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മുടെ മാത്തമെറ്റിക്കൽ സ്കില്ലിൻ്റെ ലെവൽ ഏതാണ് എന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഓഫ്ലൈൻ ട്യൂട്ടറിൻ്റെ സഹായം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാണക്കേടും ലജ്ജയും ഒക്കെ പതിയെ ഒന്ന് മാറ്റി നിർത്തി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇനി വരും വർഷങ്ങളിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് നിർണായകമായ ഒരു പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സോഷ്യൽ സ്കിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരുപാട് കമ്പനീസ് ആയാലും എംപ്ലോയേഴ്സ് ആയാലും ഒക്കെ തന്നെ അവർ സോഷ്യൽ സ്കിൽസിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നതുമൊക്കെ കൂടുതൽ ഓഫർ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അത്തരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മുടെ മുമ്പിൽ കൂടുതൽ അവൈലബിൾ ആയതുകൊണ്ടാണ്. ഇത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടും നമുക്ക് തന്നെ ഉള്ളിൽ മടിയുള്ളത് കൊണ്ടും സ്വമേധയാ മാത്തമെറ്റിക്കൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അവഗണിക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ അവഗണിക്കുന്നവർക്ക് ഇനി വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ മാത്തമെറ്റിക്കൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇന്നു മുതൽ തുടങ്ങുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാത്തമെറ്റിക്കൽ സ്കിൽ കുറവായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ അനുഭവിച്ച വെല്ലുവിളികൾ ഏതൊക്കെയാണ്? അത് നിങ്ങൾ തരണം ചെയ്യാനായി ഉപയോഗിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്? പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം.